എല്ലാവർക്കും നമസ്കാരം. ആ, നമ്മുടെ ഇൻറ്റേൺഷിപ്പിനുള്ള സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയ ശേഷം അവരവരുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന edu.mgu.ac.in എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കുമല്ലോ വരുന്നത് നിങ്ങൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന സമയത്ത്. അതിനകത്ത് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേജിലേക്ക് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പേജിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗിൻ പേജ് വന്നതിന് ശേഷം നിങ്ങൾ ഇടതുവശത്തെ ലിസ്റ്റ് ആ ഒരു പാനൽ നോക്കുക. അതിനകത്ത് താഴെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് കാണാൻ പറ്റും. ആ ഇൻറ്റേൺഷിപ്പ് എന്ന് കാണുന്ന ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു പേജായിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് പേജാണിത്. അതിനകത്ത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് ആദ്യം കാണുന്നത്, ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡിങ് ഓർഗനൈസേഷനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡിങ് ഓർഗനൈസേഷനെ നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻസ് കാണിക്കും. ഇൻറ്റേൺഷിപ്പ് ഏതൊക്കെ ഓർഗനൈസേഷൻസാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ലിങ്ക് കാണിക്കും. സോ അതിനകത്ത് ആദ്യം നിങ്ങൾക്ക് 3 ഓപ്ഷൻസാണ് കാണുന്നത്. കോളേജ് എൻലിസ്റ്റഡ്, യൂണിവേഴ്സിറ്റി എൻലിസ്റ്റഡ്, അതേഴ്സ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കോളേജിൽ എല്ലാവർക്കും കോളേജിൽ എൻലിസ്റ്റഡ് ആണ്. കോളേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ തന്നെയാണ് എല്ലാവരും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കോളേജ് എൻലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ കോളേജ് എൻലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മെനു കൂടി ഓപ്പൺ ആയിട്ട് വരും. അത് സെലക്ട് ഇൻറ്റേൺഷിപ്പ് ടോപ്പിക് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന ആ മെനു അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോപ്പിക്ക്, ഇൻറ്റേൺഷിപ്പിൻ്റെ ടോപ്പിക്ക് അവിടെ ഇപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പോൾ ഈ ലോഗിൻ ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ ആണ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ. നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ടോപ്പിക്കാണോ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസർ മുഖേന നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ടോപ്പിക്ക് ഇവിടെ വരും. സോ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡിങ് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറുമായിട്ട്, അതായത് നിങ്ങളുടെ ടീച്ചറുമായിട്ട്, കൺസേൺഡ് ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ടോപ്പിക്കാണോ തന്നിരിക്കുന്നത് അവിടെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സജസ്റ്റ് ചെയ്ത ടോപ്പിക്സൊക്കെ ഇവിടെ ലിസ്റ്റായിട്ട് കാണാം. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത സ്റ്റുഡൻറ്റിന് പ്രൊവൈഡ് ആയിരിക്കുന്നത് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. IPSR സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്കാണ്. സോ അത് ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. സോ നിങ്ങളുടെ ടോപ്പിക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ആ പർട്ടിക്കുലർ IPSR സൊല്യൂഷനാണ് ഇവിടെ വന്നത്. IPSR സൊല്യൂഷൻസ് വന്ന കമ്പനിയുടെ എല്ലാ പർട്ടിക്കുലർ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന ടോപ്പിക്കിൽ IPSR സൊല്യൂഷൻസ് ആണ് ഉള്ളത്. അത് ഹൈബ്രിഡ് മോഡിലാണ് ചെയ്യുന്നത്. അവരുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താഴെ ക്യാൻസൽ ഓർ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ സേവ് ചെയ്യണം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത ശേഷം, കൃത്യമായിട്ട് സെലക്ട് ചെയ്ത ശേഷം ഇത് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് കൺഫർമേഷൻ ഒരു വിൻഡോ ആണ് വരുന്നത്. അത് നിങ്ങൾ അഗെയിൻ നിങ്ങളുടെ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ, പിന്നെ അതുപോലെ നിങ്ങളുടെ കോഴ്സ് കോഡ്, ഇൻറ്റേൺഷിപ്പിൻ്റെ കോഴ്സ് കോഡ്, ഇതെല്ലാം കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേജിൽ ഇതുമാതിരി ഇത് സേവ്ഡ് ആയിട്ട് കിടക്കും. പിന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവും. ഇതിലൊരു കാര്യം, നിങ്ങൾക്ക് അടുത്ത മാസം 14-ാം തീയതി വരെ നിങ്ങൾക്കിത് അപ്ഡേറ്റ് ചെയ്യാം. വീണ്ടും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ഡേറ്റ് ഇൻറ്റേൺഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഇൻറ്റേൺഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ കോളേജ് എൻലിസ്റ്റഡ് ആണോ, കമ്പനി ഏതാണ്, ആദ്യത്തെ മെനു കണ്ടില്ലേ, കോളേജ് എൻലിസ്റ്റഡ് ആണോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോളേജ് എൻലിസ്റ്റഡ് ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻലിസ്റ്റഡ് ആണോ അതിലേക്ക് പോകും. നമുക്ക് ഡിഫോൾട്ടായിട്ട് കോളേജ് എൻലിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത്.
അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന ടോപ്പിക് അത് മാറ്റാനുള്ള, സോ കൂടുതൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ മാത്രം ഇത് മാറ്റിയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് സൂപ്പർവൈസറുമായിട്ട്, നിങ്ങളുടെ ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങളതിൽ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. സോ അതിനുശേഷം അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് രജിസ്ട്രേഷൻ അപ്ഡേറ്റ് ആയിട്ട് വരും. സോ ഇങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.